ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്രിസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയൊരു മോഡൽ എക്സാം ആയിട്ടാണ്. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് നടന്ന പി എസ് സിയുടെ ഒരു മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, കാരണം നമ്മുടെ 10th ലെവലിൽ നടന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ LDC സിലബസ് അടിസ്ഥാനമാക്കി നടത്തിയ ഒരു എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ GK പോർഷൻസ് നമ്മൾ തീർച്ചയായിട്ടും നോക്കി വെക്കേണ്ടതാണ്. കാരണം പി എസ് സിയുടെ ഒരു ഫ്ലോ എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ PSC അടുത്ത കാലങ്ങളിൽ നടത്തിയ ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് പിടികിട്ടും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ LDCയുടെ പ്രിപ്പറേഷനും പുരോഗതി വരുത്താൻ നമുക്ക് സാധിക്കും. നമുക്കപ്പം ഇന്നത്തെ മോഡൽ എക്സാം നോക്കാം. ഓക്കെ, എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല, 30 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ എക്സാമായിട്ട് എഴുതാം. ഓക്കെ, അപ്പം എല്ലാവരും 30 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്ക്. ശരിയായ ഭരണഘടന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1, 2, 4 ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. എവിടെ നിന്നാണ് ഐഡിയ എടുത്തത്? നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കേൾക്കുന്ന ആരുടെ അടുത്തായിരിക്കും? നമ്മുടെ അയൽക്കാരടുത്തെന്ന് കേട്ടാൽ മതി. അപ്പോൾ അയർലാൻഡ്. ഓക്കെ, നിർദ്ദേശങ്ങൾ കേൾക്കുന്നത് അയൽക്കാരടുത്ത് അയർലാൻഡാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. അപ്പോൾ ഈ മൗലിക 6 അവകാശങ്ങളെ സംരക്ഷിക്കാൻ എത്ര റിട്ടുകളാണുള്ളത്? 5 റിട്ടുകളാണ്. ഓക്കെ, 6 മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാൻ 5 റിട്ടുകളാണുള്ളത്. അതുപോലെ തന്നെ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടെ, അതറിയാമല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല. ആരാണ് എഴുതിയത്? ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനയുടെ കവർ പേജ് കുറേ തവണ കേട്ടിട്ടുള്ളതാണ് നന്ദലാൽ ബോസ്. ഓക്കെ, നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഓക്കെ, BN റാവു ആണ് ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത്. BN റാവു ആണ്. ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? ഹിന്ദി പതിപ്പ് വസന്തകൃഷ്ണ വൈദ്യ. ഓക്കെ, ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് വസന്തകൃഷ്ണ വൈദ്യ. ഭരണഘടന എഴുതി തയ്യാറാക്കിയതാരാണ്? എഴുതാൻ പ്രേമം മൂത്ത് നിന്ന് എഴുതിയവരാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ്. ഓക്കെ, അഥവാ പ്രേം ബിഹാരി എന്ന് ഓർത്ത് വയ്ക്കണം. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്, അവൻ എഴുതാൻ വേണ്ടി അവൻ പ്രേമം മൂത്ത് നിന്നെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഭരണഘടന എഴുതാൻ വേണ്ടി അവനും പ്രേമിച്ച് നിന്നവൻ. ഓക്കെ, പ്രേമം കൊണ്ട് മൂത്ത് നിന്ന്. അപ്പോൾ പ്രേം ബിഹാരി നരേനാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. പ്രേം ബിഹാരി നരേൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതിയത് ഹിന്ദി ആണെങ്കിൽ വസന്തകൃഷ്ണ വൈദ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നെഹ്റു അണ്ണൻ. രണ്ടാമത്തെ ചോദ്യമാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച താഴെ പറയുന്നു ഏത് അവകാശത്തെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഹാർട്ട് ആൻഡ് സോൾ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അവകാശത്തെയാണ്? ഏതാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള. ഓക്കെ, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ 32 ഡോക്ടർ BR അംബേദ്കർ എന്താണ് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ 32. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു. 6 മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര റിട്ടുണ്ട്? 5 റിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 6 മൗലിക അവകാശങ്ങൾ ഏതാണ്? ഒന്ന്, സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, സമത്വത്തിനുള്ള അവകാശം, സ്വതന്ത്രത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഇതാണ് 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം തുടക്കത്തിൽ 7 എണ്ണം ഉണ്ടായിരുന്നു. ഏഴാമത്തേതാണ് സ്വത്തവകാശം കൂടി ഉണ്ടായിരുന്നു. അത് 1978 44-ാം ഭേദഗതി വഴി എന്താണ് സ്വത്തവകാശത്തിന് മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റി. ഓക്കെ, എടുത്ത് കളഞ്ഞ്, സ്വത്തവകാശത്തിന് എടുത്ത് കളഞ്ഞ്.
അപ്പോൾ ഇപ്പം നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണ്? ഭാഗം 3 ഓക്കെ. ഭാഗം 3 ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 12 to 35 ഓക്കെ. ആർട്ടിക്കിൾ 12 to 35 ആർട്ടിക്കിൾ 12 to 35 അതിൽ ഈ സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സമത്വം ആദ്യം സമത്വം അറിയണം. ആർട്ടിക്കിൾ 14 to 18 സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 14 സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാണ്? സമത്വം, സ്വാതന്ത്ര്യം 19, 22 ഓക്കെ. ഈ ഓർഡർ തന്നെ പോകണം. സമത്വത്തിനുള്ള അവകാശം 14 to 18, സമത്വം, സ്വാതന്ത്ര്യം 19 to 22. അടുത്താണ് ചൂഷണത്തിനെതിരെ അവകാശം. ഏതാണ് ആർട്ടിക്കിൾ? ചൂഷണത്തിനെതിരെ അവകാശം ആർട്ടിക്കിൾ 23 to 24 ഓക്കെ. ആർട്ടിക്കിൾ 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരെ അവകാശം. അടുത്തതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? ആർട്ടിക്കിൾ 25 to 28 വരെ ഉള്ളതാണ്. ഓക്കെ. മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 to 28. പിന്നെ പറഞ്ഞാണ് എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ 29, 30 ഓക്കെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ 29, 30. അടുത്താണ് ലാസ്റ്റ് പറഞ്ഞ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്? 1949 നവംബർ 26 നാലാമത്തെ ചോദ്യമാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? സിമ്പിൾ ചോദ്യമാണ്. ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ഓക്കെ. ഗാന്ധിജിയുടെ ആശയങ്ങളാണ് മെയിൻലി ഇതിലുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? കേട്ടിട്ടുള്ളതാണ്. PSC 2024 ഒരു പരീക്ഷ കേട്ടിട്ടുള്ളതാണ്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ. നിർദ്ദേശക തത്വങ്ങളാണ്. അതുപോലെ തന്നെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ഭരണഘടനയിൽ പെടുന്നു? ഏതായിരിക്കും? ഭരണഘടനയുടെ എവിടെ പെടുന്നു? ഏത് ഭാഗത്ത് പെടുന്നു? പ്രാദേശിക ഗവൺമെൻറ്. പഞ്ചായത്ത് രാജ് ഏതാണ്? പഞ്ചായത്ത് രാജ് പ്രാദേശിക ഗവൺമെൻറ് ആണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. ഏതാണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ? എവിടെയാണ് പറയണം? മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലാണ് പറയണം. നേരത്തെ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് എന്ന ആശയം ഉള്ളത് ഏതാണ്? മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലാണ്. പഞ്ചായത്ത് രാജ് എന്ന് വെച്ചാൽ എന്താണ് പ്രാദേശിക ഗവൺമെൻറ് ആണ്. ഓക്കെ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളെയാണ് നമ്മൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ തന്നെയാണുള്ളത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ അങ്ങൊന്ന് തിരിച്ച് കേട്ടെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം നമ്മൾ പക്ഷേ അയർലൻഡ് എന്ന് വിചാരിക്കും. അയർലൻഡല്ല, സ്പെയിനാണ്. ഓക്കെ. ആദ്യം ഉൾപ്പെടുത്തിയത് സ്പെയിനാണ്. പക്ഷേ ഇന്ത്യ കടമെടുത്തത് ആരിൽ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിനും, ഇന്ത്യ കടമെടുത്തത് പക്ഷേ അയർലൻഡിൽ നിന്നുമാണ്. അഞ്ചാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ഏതാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് എന്നാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ. 1951 ആറാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ ശരി അല്ലാത്തത് ഏതെന്നാണ്? ഓക്കെ. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആദ്യ രക്തസാക്ഷി ഝാൻസി റാണിയാണ്. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. തെറ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ആരാണ് ആദ്യത്തെ രക്തസാക്ഷി? മംഗൾ പാണ്ഡെ. അറിയായിരിക്കും, നമ്മൾ PSC പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഓക്കെ, ഏറ്റവും യങ്ങസ്റ്റ് രക്തസാക്ഷി ആരാണ്? അത് ഖുദ്ദിറാം ബോസ് ആണ്. ഓക്കെ. ഖുദ്ദിറാം ബോസ്. ഓക്കെ. ബോസിനെയാണ് കൊന്നതെന്ന് വിചാരിച്ചാൽ. ഓക്കെ. ഏറ്റവും പ്രായം കുറഞ്ഞത് ബോസാണ്. അതുപോലെ തന്നെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? രക്തസാക്ഷികളുടെ രാജകുമാരൻ നമ്മുടെ ഭഗത് സിംഗ് ആണ്. ഓക്കെ. ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്ര സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ദക്ഷിണേന്ത്യയിലെ
നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ, ആദ്യത്തെ യങ്ങസ്റ്റ് ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ബോസ് ഖുദിറാം ബോക്സ്. ഇന്ത്യയിലെ ഏറ്റവും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? അത് വാഞ്ചി അയ്യറാണ്. വാഞ്ചി അയ്യർ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യറാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കേൾക്കടാ. നമ്മുടെ കേരള നവോത്ഥാനം ഉണ്ടല്ലോ, കേരള നവോത്ഥാന നായകരിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? കേരള നവോത്ഥാന നായകരിൽ ആദ്യ രക്തസാക്ഷി ഒരാണെങ്കിൽ ക്ലൂ തരാം. ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. PSC കേട്ടിട്ടുള്ളതാണ്. കേട്ടിട്ടുള്ള ചോദ്യമാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, 7ാമത്തെ ക്വസ്റ്റ്യനാണ്. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത്? സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. അതുപോലെ തന്നെ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഒരു പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഏതാണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, എല്ലാവരും വാദം വിളിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടെയാണ്? മുഹമ്മദ് ഇക്ബാലിൻ്റെ മുദ്രാവാക്യമാണ്. ഇൻകുലാബ് സിന്ദാബാദ്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതാണ്. നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ വിചാരിക്കും നമ്മളിപ്പോഴും ഡെയിലി യൂസ് ചെയ്യണമല്ലേ. ഡെയിലി അല്ല, കളിക്കൂടിയെങ്കിലും സിനിമയിലെങ്കിലും കേട്ടിട്ടുള്ളൊരു വേർഡാണ് ഇൻകുലാബ് സിന്ദാബാദ്. അത് ആദ്യമായി രൂപീകരിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. 8ാമത്തെ ചോദ്യമാണ്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്നത് ഗാന്ധിജിയുടെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. ഗാന്ധിജി വന്നിട്ടുള്ള വർഷങ്ങൾ അറിയാമോ? ജസ്റ്റ് ഒരു കണക്ട് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. ആദ്യം ഓർക്കണം, 1920. 1920 ആദ്യത്തെ വർഷം. 1920 എന്താണ്? ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രചരണമാണ് കേരളത്തിലെത്തുന്നത്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് 1920 കേരളത്തിലെത്തുന്നത്. അടുത്താണ് 1925 എന്തിനാണ്? 24 ഒരു സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് 25 അടുത്ത വർഷം ഓർക്കേണ്ടത് എന്താണ്? ഇങ്ങനെയാണ്, ഈ 2+5 ഉണ്ടല്ലോ, ഇത് ഓർക്കണം. അപ്പോൾ അത് 7 കിട്ടും. അതായത് 1927 ഏതാണ്? ചുമ്മാ എന്താണ്, ഗാന്ധിജിയുടെ ട്രിപ്പടിയായിരുന്നു 1927. ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ചാണ് 1927 വന്നത്. ഗാന്ധിജി ട്രിപ്പടിക്കാൻ വന്നതാണ് 1927. ഇനി ഈ 2 × 7 ഗുണിക്കണം. എന്താണ്? 14 അല്ലേ? അത് 34 എന്ന് ഓർത്താൽ മതി. 1934 എന്താണ്? ഹരിജൻ്റെ ഫണ്ട് സ്വരൂപീകരണത്തിന് വേണ്ടിയാണ്. ബക്കറ്റ് പിരിവിന് വേണ്ടിയാണ് ഗാന്ധിജി ബക്കറ്റ് പിരിവിനാണ് 1934 എത്തുന്നത്. അപ്പോൾ 1920, 25, 27, 34. ഇനി 3+4 കൂട്ടണം. എത്ര? 7 കിട്ടും. 1937 എന്തിനാണ് വന്നത്? എന്താണ്? നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് 1937 വന്നത്. അപ്പോൾ ഗാന്ധിജി 5 തവണ വന്നിട്ടുണ്ട്. 1920, 25, 27, 34, 37. 20-ന് ഖിലാഫത്ത്, 25-ന് വൈക്കം സത്യാഗ്രഹം, 27-ന് ഏതാണ്? ദക്ഷിണേന്ത്യൻ പര്യടനം, 34-ന് ഹരിജൻ ഫണ്ട്, 37-ന് ക്ഷേത്രപ്രവേശന വിളംബരം. 9ാമത്തെയാണ്, ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? ബ്രഹ്മസമാജം ഓപ്ഷൻ ബി ആണ്, രാജാറാം മോഹൻ റോയ് ആണ്. 10ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന്? സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തത് ദേശീയ മുദ്ര. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തത്. അതുപോലെ തന്നെ 1947 നിലവിലെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചിട്ടുള്ളത്. എത്ര എണ്ണമാണുള്ളത്? 24 അരക്കാലുകളാണുള്ളത്. 24. നമ്മൾ 24 മണിക്കൂറുണ്ടെന്ന് ഓർത്താൽ മതി. ഇപ്പം 24 അരക്കാലുകളാണ് ഉള്ളത്. ഈ അരക്കാലുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അശോക ചക്രത്തിലെ അരക്കാലുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ധർമ്മത്തിനെയാണ്. ധർമ്മം. 11ാമത്തെ ചോദ്യമാണ്, കുണ്ടറ വിളംബരം നടന്നതെന്ന്? എന്നാണ് കുണ്ടറ വിളംബരം? 1809 ജനുവരി 11 1809 ജനുവരി 11. ഇപ്പോൾ എത്ര വർഷമായി?
2024 ആകുമ്പോൾ എത്ര വർഷമാവും? 215 വർഷമാവും. ഓക്കെ, അങ്ങനെ PSC കേൾക്കാറുണ്ട്. താഴെ പറയുന്നവൽ ഏത് സംഭവത്തിൻ്റെ 215-ാം വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത് എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിനുത്തരം കുണ്ടറ വിളംബരമാണ്. ഏത് രാജാവിൻ്റെ കാലത്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവിൻ്റെ കാലത്താണ്. ഓക്കെ, അവിട്ടം തിരുനാൾ കുണ്ടറ വിളംബരം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടത്തിയെന്നറിയാമോ? കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ഏതാണ്? ഇളമ്പല്ലൂർ ക്ഷേത്രമാണ്. ഓക്കെ, ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ നടത്തിയത്. 12ാമത്തെ ചോദ്യമാണ്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? 1921 മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. മലബാർ കലാപത്തിൻ്റെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ ഉണ്ടായിരുന്നു. ഏതാണ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1, 3 മലബാർ കലാപം ഓക്കെ 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. 13ാമത്തെ ചോദ്യമാണ്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം? പ്രൈമറി പാർവതി. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്താൽ പ്രൈമറി പാർവതി. ഓക്കെ, പ്രൈമറി അപ്പാപ്പ വെച്ച് കണക്ട്. അതേപോലെ നമ്മുടെ മാറുമറയ്ക്കൽ സമരത്തിന് അനുമതി നൽകിയതാരാണ്? മീൻസ് നമ്മുടെ ചാന്നാർ ലഹളം ഉണ്ടല്ലോ, മാറുമറയ്ക്കൽ അനുവദിച്ചത്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയ രാജാവ് ഏതാണ്? അത് വസ്ത്രം എന്നോർത്തായി. വസ്ത്രം ഉത്രം. ഓക്കെ, ഓക്കെ, വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയത് ഉത്രം തിരുനാൾ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. വസ്ത്രം ഉത്രം. ഓക്കെ, വസ്ത്രം ഉത്രം. അതുപോലെ തന്നെ സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയതാരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, അതെങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ എന്തെങ്കിലും നല്ല സ്വാദോടെ കഴിക്കണമെങ്കിൽ എന്താണ്? കൈയൊക്കെ നല്ല ശുചിത്വമായിട്ടിരിക്കണമല്ലോ. അപ്പം അങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് വയ്ക്കുക. സുചീന്ദ്രൻ കൈമുക്ക് സ്വാതി തിരുനാളാണ് അവസാനിപ്പിച്ചത്. അടുത്ത ചോദ്യമാണ് 14ാമത്തെ ചോദ്യമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതെന്നാണ്? പഴയ ചോദ്യമാണ്. അത് ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണ്. 5ാമത്തെ ചോദ്യം, പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത് എന്നാണ് പഴശ്ശിരാജ മരിച്ചത്? ഓപ്ഷൻ A, B, C, D. എന്നാണ്? 1805 നവംബർ 30-നാണ്. ഓക്കെ, 1805 നവംബർ 30-നാണ്. 1-ാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം എന്നാണ്? 1793 1797 കാലഘട്ടത്താണ്. 97. ഓക്കെ, 1-ാം പഴശ്ശി വിപ്ലവം 1793 to 1797 കാലഘട്ടത്താണ്. 2-ാം പഴശ്ശി വിപ്ലവം എപ്പോഴാണ്? 2-ാം പഴശ്ശി വിപ്ലവം 1800 to 805 വരെയാണ്. ഓക്കെ, 2-ാം പഴശ്ശി വിപ്ലവം 1800 to 805 വരെയാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജ മരിച്ചത് 1805 നവംബർ 30-നാണ്. എവിടെ വെച്ചാണ് മരിച്ചത്? മാവിലാൻ തോട്. ഓക്കെ, മാനന്തവാടി, വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ മാവിലാൻ തോടിൽ വെച്ചാണ് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത്. അതുപോലെ തന്നെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. ഓക്കെ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജ സ്മാരകം എവിടെയാണ്? പഴശ്ശിരാജ സ്മാരകം വെടിയേറ്റ് മരിച്ച സ്ഥലത്ത് തന്നെയാണ്, മാനന്തവാടി, വയനാട്. ഓക്കെ, മാനന്തവാടി, വയനാടാണ് പഴശ്ശിരാജ സ്മാരകം. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല്, കോഴിക്കോട്. ഓക്കെ, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല് കോഴിക്കോട്. പഴശ്ശി ഡാം എവിടെയാണ്? പഴശ്ശി ഡാം വളപ്പട്ടണം, കണ്ണൂർ. ഓക്കെ, പഴശ്ശി ഡാം വളപ്പട്ടണം പുഴയിലാണ്, കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി ഗുഹ എവിടെയാണ്? പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം, പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല് കോഴിക്കോട്. പഴശ്ശി ഡാം വളപ്പട്ടണം പുഴ കണ്ണൂർ. പഴശ്ശി ഗുഹ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. 16ാമത്തെ ചോദ്യം, മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതെന്നാണ്? മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ A ആണ്. ഓക്കെ, സ്വിറ്റ്സർലാൻഡാണ്. ഓപ്ഷൻ A സ്വിറ്റ്സർലാൻഡാണ്. ആഗോള സമാധാന സൂചികയിൽ 2023 ആർക്കാണ് ആദ്യ റാങ്ക്? 2023 ഐസ്ലാൻഡിനാണ്. ഓക്കെ, ആഗോള സമാധാന സൂചിക. ഓക്കെ, ഐസ്ലാൻഡിനാണ്. ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനം ഐസ്ലാൻഡാണ്. അതേപോലെ മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. ലോക സന്തോഷ സൂചികയിൽ ആർക്കാണ് 1-ാം സ്ഥാനം? കുറേ വർഷം കൊണ്ട് 2-3 വർഷം കൊണ്ട് ആർക്കാണ് ലോക സന്തോഷം? നമുക്കെപ്പോഴാണ് സന്തോഷം പറഞ്ഞാൽ നമ്മളെ ഫണ്ണായിട്ട്. ഓക്കെ, ഫണ്ണൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം പറഞ്ഞത് ഫിൻലാൻഡ്. ഓക്കെ, ഫിന്നിനെ ഫണ്ണാക്കി കണക്കാക്കി ഫിൻലാൻഡ്. ഓക്കെ, ലോക സന്തോഷ സൂചിക 2022, 2023, 2024 ഫിൻലാൻഡാണ് 1-ാം സ്ഥാനം. ഓക്കെ,
അതുപോലെ തന്നെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയിലല്ല ഒന്നാം സ്ഥാനം ആർക്കാണ്? സിംഗപ്പൂരിനാണ്. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം 82 പാസ്പോർട്ട് സൂചികയിൽ. ഇത് സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനം. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 82. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാം രാജ്യം ആർക്കാണ് ഒന്നാം സ്ഥാനം? ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിലും ഒന്നാം സ്ഥാനം നമ്മുടെ സ്വിറ്റ്സർലാൻഡിന് തന്നെയാണ്. ഓക്കെ, 2022-ലും 2023-ലും സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ സൂചികയിൽ. അപ്പം ഇത്രയും സൂചിക ഒന്നുകൂടി നോക്കുക. ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. അതുപോലെ മാനവ വികസന സൂചികയിൽ സ്വിറ്റ്സർലാൻഡാണ്. ലോക സന്തോഷ സൂചികയിൽ 2022, 23, 24-ലും ഫിൻലാൻഡാണ്. അതുപോലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 82-ഉം ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനുമാണ്. അതുപോലെ ഇതുകൂടി ഒന്ന് ഓർക്കണം, ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഏത് നേടിയതിനാൽ നോർവേ ആണ്. ഓക്കെ, ലോക മാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനം നോർവേ ആണ്. ഓക്കെ, മാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനം നോർവേ ആണ്. അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? എത്രയാണ് കേരളത്തിലെ നിലവിലെ സാക്ഷരതാ നിരക്ക്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 94%. 18ാമത്തെ ചോദ്യം, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതെന്നാണ്? സാമ്പത്തിക ആസൂത്രണം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം രാജ്യത്തിൽ നിന്നാണ്? കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ് USSR അഥവാ സോവിയറ്റ് യൂണിയൻ മുൻ വർഷത്തെ. ഓക്കെ, ഓപ്ഷൻ സി. നിലവിലിത് റഷ്യ എന്നറിയപ്പെടുന്നു. ഓക്കെ, റഷ്യ. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളെല്ലാം സോവിയറ്റ് യൂണിയനാണ്. മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്നാണ്? അതും സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ. ആസൂത്രണം പഞ്ചവത്സര പദ്ധതികൾ റഷ്യയുടെ കയ്യിൽ നിന്ന്. അത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ് റഷ്യ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി, ഇവ മൂന്നും എടുത്തിട്ടുള്ളത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതി റഷ്യയിൽ നിന്നാണ്. അത് ശ്രദ്ധിക്കണം, നമ്മളധികം കേട്ടിട്ടില്ലാതെ പോയിട്ടാണ്. സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി എവിടെ നിന്നാണ്? റഷ്യയുടെ കയ്യിൽ നിന്നാണ്. പക്ഷേ സ്വാതന്ത്ര്യം, സമത്വ, സാഹോദര്യം അതെവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടില്ല അതൊക്കെ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ സാമ്പത്തിക നീതി, ഓക്കെ, നീതി എന്ന ഐഡിയ, സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി റഷ്യയുടെ നിന്നാണ്. സ്വതന്ത്രം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ്. ഓക്കെ, 19ാമത്തെ ചോദ്യം, ഫക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏത് നദിയിലാണ് ഫക്രാനങ്കൽ ഡാം? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ ഡാം. അപ്പം ഫക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഇനി ഫക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ജലസംഭരണിയുടെ പേരെന്തോന്നാണ്? അതും PSC കേട്ടിട്ടുള്ളതാണ്. ഫക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണിയുടെ പേരാണ് ഗോവിന്ദ് സാഗർ. ഓക്കെ, ഗോവിന്ദ് സാഗർ. ഫക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണിയുടെ പേരാണ് ഗോവിന്ദ് സാഗർ. അതുപോലെ സത്ലജ് നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? സത്ലജ് നദിയുടെ ചിനാബ് നദിയിലാണ് സത്ലജ് നദിയുടെ പതനസ്ഥാനം. പ്രാചീന കാലത്ത് സത്ലജ് നദി അറിയപ്പെട്ടിരുന്നതാണ് ശതാദ്രു. ഓക്കെ, പ്രാചീന കാലത്ത് സത്ലജ് നദി അറിയപ്പെട്ടിരുന്നതാണ് ശതാദ്രു. സത്ലജ് നദിയുടെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, സത്ലജ് അറിയാമല്ലോ, നമ്മുടെ സിന്ധു നദിയിലെ പോഷക നദിയാണ്. അതായത് രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇത്രയുമാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതിൽ ഈ സത്ലജാണ് ഏതാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. ഓക്കെ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതെന്ന് കേട്ടാൽ അത് ശതാദ്രു എന്ന് പ്രാചീന കാലത്തിൽ അറിയപ്പെട്ടിരുന്ന സത്ലജ് നദിയാണ്. ഓക്കെ, അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ് ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. അല്ലാതെ നോക്കണമെങ്കിൽ ഏറ്റവും വലിയ നദിയാണ്, ഏറ്റവും വലിയ പോഷക നദി, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഓക്കെ, അപ്പം ഏറ്റവും വലുത് ചിനാബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ബിയാസ് ആണ്. ഓക്കെ, ബിയാസാണ് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി. ബിയാസാണ്. കുളു മണാലി താഴ്വാരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. 20ാമത്തെ ചോദ്യമാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്നാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ആരാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹോമി ജഹാംഗീർ ഭാവയാണ്.
ഫാഫ എന്നാണ് രൂപീകരിച്ചത്? 1945 ഓക്കെ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് 1945 ഓക്കെ. 1945 അവസാനം അറിയാലോ, മുംബൈ ആണ് ഓക്കെ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് 1945 മുംബൈ ആണ് സ്ഥാപിച്ചത്. ഹോമി ജെ ഫാഫ ഓക്കെ. ഹോമി ജെ ഫാഫ. ഇംഗ്ലീഷിലെ ആദ്യത്തെ ചോദ്യമാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദി പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ് ഗിവൺ ബിലോ ഫ്രം ദി ഓപ്ഷൻസ്. ഇതിലെ പാസീവ് ഫോം ഓഫ് സെൻറ്റൻസ് ദേ വെയർ ബീറ്റിംഗ് ദി ബോയ്. ഏതാണ് പാസീവ് വോയിസ്? ഏതാണ്? ദേ വെയർ ബീറ്റിംഗ്. ഇവിടെ ING ഫോം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പാസീവ് വോയിസിൽ എഴുതുമ്പോൾ എന്താണ്? ബീയിങ് ചേർത്ത് എഴുതണം ഓക്കെ. ബീയിങ് ചേർത്ത് എഴുതുമ്പോൾ 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ സിയും ഡിയും നമുക്ക് ക്യാൻസലാക്കാം. പിന്നെ ഉള്ളത് ഓപ്ഷൻ എയും ബിയുമാണ്. ഇതിൽ നിന്ന് എങ്ങനെ ഉത്തരം എടുക്കാം? ദ ബോയ് വാസ് ഓക്കെ. ദ ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് അടുത്ത് സിംഗുലർ നൗണെ സിംഗുലർ വെർബ് ഉപയോഗിക്കാവൂ. അപ്പം ദ ബോയ് വാസ് ഓക്കെ. വെയർ ഇവിടെ വരില്ല ഓക്കെ. വെയർ പ്ലൂറലാണ് ഓക്കെ. ബോയ് വാസ് ആണ് ഓക്കെ. ഓപ്ഷൻ എ ആണ്. ദ ബോയ് വാസ് ബീയിങ് ബീറ്റൺ ബൈ ദം. 22ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദി പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന വേർഡിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? ഇൻഡെക്സിൻ്റെ പ്ലൂറൽ ഫോം ഓപ്ഷൻ ബി ആണ് ഓക്കെ. ഇൻഡെക്സ് എക്സ് INDEXS. ഇതിൻ്റെ റൂൾ എന്താണ്? EX അതുപോലെ തന്നെ S Z X CH SH ഇത്രയും നോക്കണം. ഇതൊക്കെ എന്താണ്? ഒരു വേർഡിൻ്റെ അവസാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ ഫോം എഴുതേണ്ടത് ES എന്നാണ് ഓക്കെ. ഇപ്പോൾ ബസ് BUS എസ്സിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തെന്ന് എഴുതും? ബസ്സസ് BUSES ഓക്കെ. മനസ്സിലായ? ES ബസ്സസ്. അപ്പം EX ഇവിടെ ഉണ്ടാ ഇൻഡെക്സ് EX അല്ലേ വന്നത്, അപ്പം ഇൻഡസസ് ES ചേർത്ത് എഴുതാം. EX S Z വെറും X CH SH. എക്സാമ്പിൾ വേറെ ഒന്നുമില്ല. ബോക്സ് ഓക്കെ. ബോക്സിൻ്റെ പ്ലൂറൽ എങ്ങനെയാണ്? ബോക്സ് എക്സ് എന്നാണ്. ബോക്സ് എക്സ് ഓക്കെ. ഇതാണ് പ്ലൂറൽ. അപ്പം BOXലാണ് അവസാനിക്കുന്നത്. അപ്പം പ്ലൂറൽ ഫോം എഴുതുമ്പം ES ചേർത്ത് എഴുതണം ഓക്കെ. ഇതാണ് ഇതിൻ്റെ റൂള്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 23ാമത്തെ ചോദ്യം. ലെറ്റസ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ. ലെറ്റ്സ് മീറ്റ് എന്നാണ് ഒരു പ്ലേസിനെ സൂചിപ്പിച്ച് പറയണം. അപ്പം ഓപ്ഷൻ എ ആണ് ഓക്കെ. ലെറ്റ്സ് മീറ്റ് അറ്റ് ദി തിയേറ്റർ. 69ാമത്തെ PSC ക്യാൻസലാക്കിയ ചോദ്യമാണ്. 70ാമത്തെ ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദി സ്ട്രീറ്റ് ഫൈറ്റ്. ഹിസ് ഫേസ് 25. ഹിസ് ഫേസ് വാസ് ഏതാണ്? ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് ഓക്കെ. ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആഫ്റ്റർ ദി സ്ട്രീറ്റ് ഫേസ് ആണ്. മലയാളത്തിലെ ചോദ്യമാണ്. 26ാമത്തെ ചോദ്യം. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. അപരാധി ഏതാണ്? അപരാധി ഓപ്ഷൻ ഡി ആണ് ഓക്കെ. അപരാധകയാണ് ഓക്കെ. ഓപ്ഷൻ ഡി അപരാധകയാണ് കറക്റ്റ്. അപരാധി അപരാധക. PSC കൊടുത്ത ആൻസറാണ് അപരാധക. നമ്മൾ ഒട്ടുമിക്കവരും അപരാധിക എന്ന് അടിച്ചു വയ്ക്കാൻ എന്താണ് ഒരു ടെൻഡൻസി വരും, പക്ഷെ അപരാധകയാണ് ഓക്കെ. അപരാധക. 27ാമത്തെ ചോദ്യം. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക എന്നാണ്. ഏതാണ് പൂജക ബഹുവചന രൂപം? ഇതാണ് വൈദ്യരാണ് ഓക്കെ. ഓപ്ഷൻ സി ആണ് വൈദ്യർ. ഏതാണ്? വൈദ്യരാണ്. 78ാമത്തെ ചോദ്യം നമ്മുടെ 28. മരക്കൊമ്പ് എന്ന പദം പിരിച്ചെഴുതിയാൽ മര പ്ലസ് ഏതാണ്? മരക്കൊമ്പ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഓക്കെ. മര പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ്. മരക്കൊമ്പ് ഏത് സന്ധിയാണ്? മരക്കൊമ്പ് ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. കണ്ടോ ഇവിടെ ഇവിടെ ഇരട്ടിക്കുന്നുണ്ട്. അപ്പോൾ ദ്വിത്വസന്ധി ഓക്കെ. ദ്വിത്വസന്ധി. 29ാമത്തെ ചോദ്യം. ശരത് ചന്ദ്രൻ എന്ന വാക്ക് ഒറ്റപ്പദമാക്കിയാൽ ഏതാണ്? സ്ഥിരം കേൾക്കണയാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഓക്കെ. ശരത് ചന്ദ്രൻ. ഓപ്ഷൻ സി ശരത് ചന്ദ്രനാണ്. 30ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പാരതന്ത്ര്യം ഓക്കെ. ഓപ്ഷൻ ഡി ആണ് പാരതന്ത്ര്യം ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 30 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്നും അതുപോലെ നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.